ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന, ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന ആ ഒരു പുരുഷന് നിങ്ങളോട് അത്ര താല്പര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ചില പ്രധാനപ്പെട്ട സൈൻസാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പേടിയും വേണ്ട. കാരണം നിങ്ങൾക്ക് ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങളുടെ സപ്പോർട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്യൂ എന്താണെങ്കിലും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് പറയാവുന്നതാണ്, നിങ്ങൾക്ക് സൊല്യൂഷൻ ലഭിക്കും. ഓക്കെ, അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ വീഡിയോ കാണുക, എന്നിട്ട് ചെക്ക് ചെയ്യുക ആ വ്യക്തിക്ക് നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് ക്ലിയർ സൈനാണ് കേട്ടോ. അവൻ നിങ്ങളെ രാത്രി 11 മണിക്ക് ശേഷം മാത്രമാണ് ഓർക്കുന്നതെങ്കിൽ, അഥവാ പകൽ സമയത്തൊന്നും നിങ്ങളെ ഓർക്കുന്നില്ല, നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നില്ല, കോൾ ചെയ്യുന്നില്ല, രാത്രി 11 മണി കഴിഞ്ഞാൽ ടെക്സ്റ്റ് മെസ്സേജുമായിട്ട് വരും അല്ലെങ്കിൽ കോളുമായിട്ട് വരും, എന്നിട്ട് ഒരുപാട് നേരം സംസാരിക്കും. ഇത്തരം ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ പ്രണയിക്കുന്ന, സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ഉള്ളതെങ്കിൽ അവന് നിങ്ങളോട് താല്പര്യമില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് അവൻ ഒരുപാട് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ നിങ്ങളോട് വിളിച്ച് സംസാരിക്കുന്നുണ്ടാവാം, പക്ഷെ ഒരിക്കലും കാണണമെന്നോ പുറത്തു പോകണമെന്നോ നമുക്കൊരു യാത്ര പോയാലോ എന്നോ ഒന്നും പറയുന്നില്ല, കാണാനൊന്നും കൂട്ടാക്കുന്നില്ല. ഓൺലി ടെക്സ്റ്റിംഗ് ഓർ കോളിംഗ് ഇത് മാത്രമാണെങ്കിലും അവന് വലിയ താല്പര്യമൊന്നുമില്ല. അവൻ്റെ ടൈം പാസിന് വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു തവണ കണ്ടതിന് ശേഷം വീണ്ടും കാണാൻ താല്പര്യം കാണിക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഒരു തവണ കാണാൻ വേണ്ടി ഭയങ്കര താല്പര്യമായിരുന്നു, കണ്ടു, സംസാരിച്ചു, പിന്നെ അത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അല്ലെങ്കിൽ ഡെയിലി വിളിക്കും എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചോ. പക്ഷെ രണ്ടാമതൊന്ന് കാണാനോ മൂന്നാമതൊന്ന് കാണാനോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ആൾ തീരെ താല്പര്യം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ആ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യക്കുറവുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ബിസിയാണെന്ന് പറയുക. അതുപോലെ തന്നെ എന്തെങ്കിലും മെസ്സേജ് അയച്ചാലോ കോൾ വിളിച്ചാലോ ഒക്കെ ലേറ്റ് ആയിട്ടായിരിക്കും റെസ്പോൺസ് ഉണ്ടാവുക. കോൾ വിളിച്ചാൽ കുറേ കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കുക, മെസ്സേജ് ആണെങ്കിൽ കുറേ കഴിഞ്ഞിട്ട് റിപ്ലൈ വരത്തുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനാണോ? അങ്ങനെയാണെങ്കിലും അവന് നിങ്ങളോട് അത്ര താല്പര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾ മെസ്സേജൊക്കെ അയക്കുന്ന സമയത്ത് വെറും ഇമോജീസ് മാത്രമാണ് റെസ്പോൺസ് അഥവാ റിപ്ലൈ ആയിട്ട് ലഭിക്കുന്നതെങ്കിൽ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റിങ്ങോ അല്ലെങ്കിൽ ഒരു കോംപ്ലിമെൻറ്റോ അങ്ങനെയൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും ഇൻട്രസ്റ്റ് കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ചെറുതായിട്ട് കുഴപ്പമില്ല, ആ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അവൻ കാണുന്നുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 5 സൈൻസും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ കാണുന്നുണ്ടെങ്കിൽ ഡേഞ്ചറാണ്. ആ വ്യക്തിക്ക് നിങ്ങളോട് അത്ര താല്പര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല താല്പര്യം ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിയെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് നാളായിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന, സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അത്ര ഡീപ്പായിട്ടുണ്ട് പ്രണയമെങ്കിൽ ആ വ്യക്തിയെ സാറേ എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ അത്രയും സ്വപ്നങ്ങൾ കണ്ട് പോയി, ഇനി ആ വ്യക്തി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ അത്തരത്തിലുള്ള ആ ഒരു ബിഹേവിയർ കാര്യങ്ങളൊക്കെ നിങ്ങളോടുള്ളത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് കുറച്ച് ടെക്നിക്കുകളും ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് വഴി നിങ്ങളോടുള്ള ആ ഒരു പെരുമാറ്റ രീതി ചെറിയ രീതിയിൽ മാറി വരും. ചെറുതായിട്ടേ മാറി വരും. ഒറ്റയടിക്ക് 1-2 ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഒരു മിനിമം ഒരു 1 മന്തെങ്കിലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ മാറ്റിയെടുക്കാനും ആ ഒരു കെമിസ്ട്രി, ഇൻറ്റിമസിയൊക്കെ വർക്കൗട്ടാക്കി എടുക്കാനും സാധിക്കും. അപ്പോൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് നമുക്കത് റെഡിയാക്കി കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അത്തരം സപ്പോർട്ടുകൾ ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനു മുമ്പും ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓൾഡ് വീഡിയോസൊക്കെ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഒന്നുകൂടി പറയുന്നു, എന്ത് സപ്പോർട്ടിനും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കൂ. ഓക്കെ, താങ്ക് യു, നമസ്തേ.